കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മനോജ് മേൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, എപ്പോഴാണ് അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? പ്രതിഭ, ഇന്ന് രാവിലെയാണ് ഈ അപകടം നടന്നത്. തളിപ്പറമ്പ് ഭാഗത്ത് നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരാൾ റോഡ് മറികടക്കുന്നുണ്ട്. അയാൾ ഭയത്തോടെ അവിടെ നിന്നും, അതായത് റോഡിന്റെ അപ്പുറത്തെ ഭാഗത്ത് എത്തി ആ ഭാഗത്തേക്കാണ് ബസ് വരുന്നത് എന്ന് കണ്ടുകൊണ്ട് ഭയത്തോടെ മറ്റു ഭാഗത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ മഴ പെയ്ത് റോഡിൽ വെള്ളവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോഴാണ് ഈ അപകടം നടന്നത്. നിയന്ത്രണം വിട്ട് ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 22ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരെയും പല ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പാപ്പിനിശ്ശേരിയിലെ ആശുപത്രിയിലും തളിപ്പറമ്പിലെ ആശുപത്രിയിലെയും കണ്ണൂരിലെ ആശുപത്രികളിലുമൊക്കെയാണ് ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ പരിക്ക് എത്രമാത്രം സാരമുള്ളതാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഇതേക്കുറിച്ച്, അതായത് ഈ അപകടത്തിനുണ്ടായ കാരണം എന്താണ് എന്നതിനെ കുറിച്ചും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. അമിത വേഗത ഉണ്ടായിരുന്നു. എന്തായാലും ബസ് ഒരാൾ റോഡിൽ മറികടക്കുന്നുണ്ട്. അയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അയാൾ ആ വശത്ത് നിന്നും എതിർവശത്തേക്ക് ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് ഈ ബസ്സിനടിയിൽ പെടാതെ രക്ഷപ്പെട്ടത് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. 22 പേർക്ക് പരിക്ക് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതിഭ.